ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് രാവിലെ തന്നെ എണീറ്റു. ഇതാ രാവിലെ നേരം വെളുത്ത് വരുന്നത് തന്നെ ഉള്ളൂ കേട്ടോ. 5 മണിയായി. അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിരിക്കണം. അപ്പോൾ കോപ്പി റൈറ്റ് ഉണ്ടാവുകൊണ്ട് ഞാൻ കേട്ടോ അതൊന്നും ഇടാത്ത, അതാ വോയിസ് ഓവർ കൊടുക്കണതൊക്കെ. അപ്പോൾ അമ്മായിയൊക്കെ എണീച്ചിട്ട് വീതനപ്പറൊക്കെ തുടച്ച് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ നീച്ച് വേഗം പായെല്ലാം ഏട്ടൻ താഴെ കിടക്കുക കേട്ടോ. രാജേട്ടൻ കുട്ടിയുടെ മേത്തത് കായാലും കൈ അങ്ങനെ തട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് രാജേട്ടൻ താഴെ കിടക്കുക. അപ്പം ഞാൻ ഏട്ടൻ നീച്ച് പോയിരിക്കണം പാല് മേടിക്കാൻ. അപ്പം ഞാൻ ഏട്ടൻ നീച്ച് പോയപ്പോൾ ഏട്ടൻ്റെ പായയും വിരിപ്പും തലയണയൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം ഇനിയിപ്പോൾ അടുത്ത പരിപാടി നോക്കാൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കാവിലെ പൂരാണ്. അങ്ങനെ 4-5 വിളക്കുള്ളൂ. അപ്പം 4 ദിവസത്തെ വിളക്ക് കഴിഞ്ഞു. 5-ാമത്തെ ദിവസം പൂരാണ്. പിന്നെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ഒരു കുഞ്ഞു ഗ്രാമമാണ്. ഞങ്ങൾ 10-80 വീടുകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പം അവർക്കായിട്ടൊക്കെ നടത്തുന്ന ഒരു ഉത്സവമാണ്. ഞങ്ങളുടെ ചെറിയൊരു കാവാണ്. അപ്പം നേരം വെളുത്ത് വരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ആഘോഷിക്കുന്നതാണ്. നമ്മുടെ വീട്ടുകാരും പിന്നെ കല്യാണം കഴിച്ച് പോയ ആളുകളും ഇവിടെ നിന്നൊക്കെ പോയി വേറെ കല്യാണം കഴിച്ച് പോയ പെൺകുട്ടികളും അവരെയൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. നമ്മുടെ തട്ടകത്തിലെ ഉത്സവമാണെന്ന് പറയുമ്പോൾ അതൊക്കെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് കേട്ടോ. കല്യാണം കഴിച്ച് പോയവരും പിന്നെ നമ്മുടെ നാട്ടിലുള്ളവരും പിന്നെ അയൽവക്കക്കാരും നമ്മുടെ സ്വന്തം ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെൺകുട്ടികളുടെ വീട്ടുകാരും എല്ലാവരൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമാണ്. അത് എല്ലാവരുടെയും കാര്യം അങ്ങനെയാണല്ലോ. നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൊക്കെ വരിക എന്ന് പറയുമ്പോഴേ. അപ്പം അങ്ങനെ ഞാൻ അലക്കാനുള്ള തുണിയൊക്കെ വെള്ളം വരുമ്പോഴത്തേന് വേഗം അലക്കാനുള്ള തുണികളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പം എന്നാൽ വെള്ളം വരുമ്പോൾ രാശേട്ടൻ പാല് മേടിച്ചിട്ട് വരുമ്പോൾ അത് വെള്ളം പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ അമ്മേനെ സഹായിച്ചു. അമ്മേനെ സഹായിക്കാന്നല്ല, അമ്മ ഏട്ടനുള്ള കാരണവർക്കുള്ള പാലും വെള്ളമൊക്കെ അടുപ്പത്ത് വെക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾക്കുള്ള ചായയൊക്കെ വെച്ചു. പിന്നെ ഏട്ടന് മാറാലൊക്കെ തട്ടിയാട്ടോ എന്നെ സഹായിക്കുകയാണ്. രാവിലെ തന്നെ കുറച്ച് മാറാല അവിടെ ഇങ്ങനെയൊക്കെ. മാറാല എത്ര തട്ടിയാലും ഉണ്ടാവും, എല്ലാവർക്കും അറിയണതാണല്ലോ. അപ്പം മാറാലൊക്കെ തട്ടാൻ എന്നെ സഹായിച്ചു. ചെറിയമായി മുറ്റടിക്കുന്നുണ്ട് കേട്ടോ. മാറാല തട്ടിലൊക്കെ കഴിഞ്ഞു. അടിച്ചു വാരി ഞാൻ തന്നെ വേഗം അടിച്ചൊക്കെ വാരിയിട്ട് തുടയ്ക്കുകയാണ്. കാവുന്ന് വെളിച്ചപ്പാടച്ചൻ വരുമല്ലോ. അപ്പോൾ അരിയേറിയൊക്കെ ചെയ്യും. അപ്പോൾ അവർ വരുമ്പോഴത്തേന് വൃത്തിയായി കിടക്കണ്ടേന്ന് പറഞ്ഞിട്ട് ധോനി ബേബി എണീച്ചിട്ടില്ല. അവൾ നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോൾ തലേദിവസം ഏട്ടൻ വിളക്കിനൊക്കെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവൾ വൈകിട്ടൊക്കെയാണ് കിടന്നുറങ്ങിയത്. പിന്നെ ഞാൻ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് കടിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കടിയൊന്നും ഉണ്ടാക്കുന്നില്ല. എല്ലാം കൂടി എത്തുന്നില്ല. കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കലും വീട്ടിലെ പണിയും വെള്ളം പിടിക്കലും അലക്കലും ഒക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് അവിടെ എത്തുന്നില്ല. ചായയും കടിയൊക്കെ എത്തുന്നില്ല. അപ്പോൾ ചായ മാത്രമേ ഉള്ളൂ രാവിലെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബേക്കറി ഉണ്ടെങ്കിൽ ഒന്ന് ചായയുടെ കൂടെ കടിക്കുന്നല്ലാണ്ടേ. അപ്പം അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു. ഏട്ടൻ വെള്ളം പിടിച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ആ മാറാല തട്ടി തന്നപ്പോൾ. എന്നിട്ട് ഞാനും ഏട്ടനും കൂടി വേഗം അലക്കിയിട്ട് ഏട്ടൻ കുറച്ച് പിഴിഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടൻ്റെയൊക്കെ മുണ്ട് ഷർട്ട് ഏട്ടൻ തന്നെ തിരുമ്പി. പിന്നെ എൻ്റെയും കുട്ടിയുടെയൊക്കെ ഞാൻ പിന്നെ വേഗം പിന്നെ അമ്മയുടെ മാക്സിയൊക്കെ ഉണ്ടായിരുന്നു തിരുമ്പാൻ. അതൊക്കെ വേഗം അലക്കിയിടുക. എന്നിട്ട് വേണം കുളിക്കാൻ. ഞാൻ കുളിക്കണേന് പിന്നെ കുട്ടിയെ കുളിപ്പിക്കണം വെച്ചിട്ട്. അപ്പോൾ അവൾ നീക്കുമോ എന്താണെന്ന് അറിയില്ല. അവൾക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ 2 പക്ഷിക്കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അത് പുതിയ പഴയ വീട്ടിലാണ് വെച്ചിട്ടുള്ളത്. രാവിലെ നോക്കുമ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന് നിറച്ച് ഇത് വന്നിരിക്കുന്നു കേട്ടോ. ഉറുമ്പ് തീറ്റ കൊടുത്തതിൽ എന്താണെന്നറിയില്ല. അപ്പോൾ അതൊക്കെ തട്ടിക്കൂട്ടാണ് ഏട്ടനും ചെറിയ അമ്മായിയും കൂടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഏട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ രാജീവേട്ടൻ നൈറ്റായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന് കുളിച്ച് അങ്ങനെ വലിയച്ഛനും അച്ഛനും കുട്ടിയും കൂടി അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ അവളങ്ങനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. രാജീവേട്ടൻ അവളെ എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനെ. അപ്പോൾ ഏട്ടനെ കാണുമ്പോഴത്തേന് തന്നെ അവൾ ചാടാൻ തുടങ്ങും. പിന്നെ രാജേട്ടനെ പിന്നെ എപ്പോഴും കിട്ടില്ലല്ലോ. ഏട്ടൻ പിന്നെ ഉച്ചയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ വരിക, രാവിലെ കുറച്ച് നേരം, പിന്നെ വൈകിട്ടാണെങ്കിൽ 8-9 മണിയൊക്കെ ആവും വരുമ്പോഴത്തേന്. അപ്പോൾ പിന്നെ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം രാജീവേട്ടനെയാണ്. അപ്പോൾ അവർ അച്ഛനും മകളും വലിയച്ഛനൊക്കെ കാവിൽ തൊഴുതു വഴിപാടൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെന്നിട്ട് കാവിൽ നിറച്ചു. ഞങ്ങൾക്ക് പറഞ്ഞാൽ അത് വലിയൊരു ആഘോഷം തന്നെയാണ്. കാരണം എല്ലാവരും വരുമ്പോൾ ഒരു സന്തോഷമല്ലേ. കുട്ടികൾ എൻ്റെ ഉണ്ണിയമ്മ കളിച്ചോട്ടെ പറഞ്ഞിട്ട് കൊണ്ടാ
അങ്ങനെ രാജീവേട്ടൻ കുട്ടിക്ക് കളിപ്പാട്ടൊക്കെ മേടിച്ചു കൊടുത്തുക്കണു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതാ എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം വിളക്കൊക്കെ കൊളുത്തിയിട്ടോ. പിന്നെ എന്താ വെടിച്ചപ്പാട് അച്ഛൻ വരുള്ളൂ പറഞ്ഞിട്ട് ഏട്ടൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവരിതാ വരുന്നുണ്ട്. വേഗം വിളക്കൊക്കെ ഞാനല്ലേ വിളക്ക് കൊടുത്ത്, അമ്മയേട്ടോ വിളക്കൊക്കെ താലൊക്കെ എടുത്ത് വെച്ചത്, അരിയൊക്കെ വേഗം കൊളുത്തി വെച്ചു. കാരണം ദേശത്തെ അരി എറിയാൻ വരുമല്ലോ, നമ്മുടെ ദേശത്തുള്ള വീട്ടുകളിൽ കൂടെയൊക്കെ വെളിച്ചപ്പാടച്ഛൻ വരുമല്ലോ. അപ്പോൾ വേഗം ഞങ്ങളതൊക്കെ റെഡിയാക്കി. കുട്ടീനെയൊക്കെ വേഗം കുളിപ്പിച്ച് ഞാനും കുളിച്ചു. അവളെ വേഗം ഡ്രസ്സൊക്കെ മാറ്റിച്ചു അതിൻ്റെ ഇടയിലിട്ടോ. പിന്നെ വെള്ളമൊക്കെ ചൂടാക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിലിട്ടോ ഓരോരോ പണികൾ. അപ്പോൾ അങ്ങനെ ചെറിയമ്മായി ഇങ്ങനെ വിഷമം പറയാണ്, വലിയേട്ടനൊന്നും കല്യാണമൊന്നും ശരിയായിട്ടില്ല, അതൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുകയാണ്. അവർ ഇതുവരെ ഏട്ടനൊന്നും കല്യാണമൊന്നും ശരിയായിട്ടില്ല. പിന്നെ ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞാൽ അവരങ്ങനെ പോയി. പിന്നെ ഞങ്ങളുടെ മേലത്തെ വീട്ടിലത്തെ ഉണ്ണിമോനാട്ടോ, അവൻ കുട്ടിയെ കാണാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ഒരു കിലുക്കം കൊണ്ട് വന്നിരിക്കണു. അപ്പോൾ കിളിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയൊക്കെ ചെയ്തു. അവൻ വരുമ്പോഴേ പിരിവിന് വരികയായിരിക്കുന്നത്. അവൻ കമ്മിറ്റിയിലെ ഒരു അംഗമാണ് കേട്ടോ. നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തന്നെയാണ് കമ്മിറ്റി കൊണ്ട് നടക്കണതൊക്കെ കേട്ടോ. നമ്മുടെ ഈ ദേശത്തുള്ള കുറച്ച് ആൾക്കാർ തന്നെയാണ്. ചെറിയൊരു കാവാണ്, അതിൽ നമ്മളെയും കൊണ്ട് പറ്റുന്ന പോലെയുള്ള ഒരു ചെറിയൊരു ആഘോഷം. അതിൻ്റെ ഇടയിൽ സാമ്പാർ വെക്കലും, ഏട്ടൻ കടയിൽ പോയിട്ട് വന്നു, കുട്ടീനെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി, പിന്നെ അവൾ കുറച്ചു നേരം കളിച്ചു കിടന്നുറങ്ങി. പിന്നെ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വേഗം മസാലയൊക്കെ പുരട്ടി വെച്ചു കേട്ടോ. ചെറിയമായി സഹായിച്ചു. വലിയമായി അപ്പോഴത്തേന് 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് അന്നദാനം ഉണ്ട് കാവില് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവര് വേഗം പോയിട്ട് വലിയമ്മായി. പിന്നെ ചെറിയമ്മായിയാണ് എന്നെ കുറച്ചൊക്കെ സഹായിച്ചത്. പിന്നെ അമ്മയ്ക്ക് ഒന്നിനും വയ്യല്ലോ. പിന്നെ വേഗം അതൊക്കെ റെഡിയാക്കി മസാലയൊക്കെ കൂട്ടി അടുപ്പത്ത് വെച്ചു. അമ്മയ്ക്ക് ചോറ് കൊടുത്തു. പിന്നെ ഏട്ടന്മാരാരും ഇല്ല കേട്ടോ, അവരൊക്കെ അങ്ങനെ വേലയുടെ കൂടെ പോയി. പിന്നെ ഏട്ടനൊക്കെ വന്ന് കഴിക്കാൻ വന്നപ്പോഴത്തേന് 2-3 മണിയൊക്കെ ആയിരിക്കണം. ഞാൻ ഏട്ടൻ വന്നിട്ട് കഴിക്കാലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴത്തേന് കാവുപോട്ട് അമ്മായിയും വന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ കഴിച്ചു, ഞാനും കഴിച്ചു. അമ്മയുടെ കൂടെ അല്ലേ ഏട്ടൻ്റെ കൂടെ കേട്ടോ. ഏട്ടൻ വന്നിട്ടാണ് ഞാൻ കഴിച്ചത്. പിന്നെ അങ്ങനെ ഇതാ വേലയൊക്കെ ഇതാ പോണു കേട്ടോ. പിന്നെ ഏട്ടൻ്റെ കൂട്ടുകാരന്മാരും ഒക്കെ നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർ തന്നെയാണ്. ഒരുപാട് പേരുണ്ട്. അവർ ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഒന്നിച്ചിട്ട് പടക്കം പൊട്ടിക്കലും ആഘോഷം, വെള്ളം കുടിക്കാൻ അയച്ചിട്ട് കയറിയിരിക്കുകയാണ് എല്ലാവരും കൂടി. അങ്ങനെ ഒരു സന്തോഷം പറയുക. പിന്നെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടുന്നൊരു സമയമല്ലേ. വീട്ടിലേക്ക് ആരും വന്നൊന്നുമില്ല കേട്ടോ. പിന്നെ വലിയ അമ്മായിയുടെ മോളൊക്കെ ഉണ്ട്, അവരൊന്നും വന്നില്ല. അവർ വിളിച്ചിരുന്നു, അവരാരും വന്നൊന്നുമില്ല. പിന്നെ അമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ റോട്ടിക്കൊന്നും പോയില്ല കേട്ടോ. ഞാനും കുട്ടിയും അമ്മയും അവിടെ തന്നെ ഇരുന്നു. എല്ലാവരും അങ്ങോട്ട് റോട്ടിക്കൊക്കെ പോയി. പിന്നെ വേല പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ കിരാതമൂർത്തി ക്ഷേത്രം ഉണ്ട്, അവിടെ പോയിട്ട് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പോണ വേലകൾ അവിടെ പോയിട്ട് അവിടെ അമ്പലത്തിൽ തൊഴുതിട്ട് പിന്നെ തിരിച്ച് വന്നിട്ടാണ് നമ്മുടെ കാവിൽ കയറുക. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങ് കേട്ടോ. അപ്പോൾ ആചാരങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ. അപ്പോൾ ഇങ്ങനെ ചെണ്ടമേളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒരു 6:45 ആയപ്പോൾ ഞാനും അമ്മയും കുട്ടിയും മാത്രമാണ് തന്നത്. പിന്നെ കുറേ ആൾക്കാരൊക്കെ അടുത്തുള്ളവരൊക്കെ വിരുന്ന് വന്നവരൊക്കെ എൻ്റെ കൂട്ടുകാരി ഉണ്ട്, എന്നെ ഒരുമിച്ച് എൻ്റെ ഒപ്പമൊക്കെ പഠിച്ചവളുണ്ട്. അവൾ വന്ന് കാണാനൊക്കെ, കുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവള്. അപ്പോൾ അവരൊക്കെ വന്ന് ആ തിരക്കിൽ അങ്ങനെ പെട്ടു. കുട്ടിക്ക് ഡ്രസ്സും കുറേ ബേക്കറിയൊക്കെ ആയിട്ടാണ് അവൾ വന്നത്. അപ്പോൾ അമ്മയും ഞാനും ഏട്ടൻ വന്നിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയിട്ട്. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നടക്കാനൊന്നും വയ്യ, ഒരാൾ പിടിക്കാൻ വേണം. പിന്നെ ഞാൻ കുട്ടീനെ എടുക്കലും എനിക്ക് അമ്മേനെ കൊണ്ടുപോകലും കൂടി ആകുമ്പോൾ ഒറ്റയ്ക്ക് നടക്കില്ല. എന്നിട്ട് രാജേട്ടൻ വന്നിട്ടാണ് ഞങ്ങളത് ഇങ്ങനെ, ഞങ്ങളുടെ അടുത്തുള്ള വീടാണ് കാവിൻ്റെ ഉമ്മർത്ത് ഇങ്ങനെ റോഡ് സൈഡിലുള്ള. അപ്പോൾ അമ്മേനെ അവിടെ കൊണ്ടുപോയി ഇരുത്തി സിറ്റ് ഔട്ടിലിട്ടോ സേഫായിട്ട്. ഞാനിങ്ങോട്ട് പറഞ്ഞു രാജേട്ടൻ കുട്ടീനെ അവിടെ ഉള്ളതൊക്കെ നമ്മുടെ അയൽക്കാരാണ്, നമ്മുടെ നാട്ടുകാരാണ്. കുട്ടീനെ ഓരോരുത്തരും ഇങ്ങനെ എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടോ. അവളെ കിട്ടിയിട്ടേയില്ല, എൻ്റെ കഴിക്കേണ്ടല്ലോ. രാജേട്ടൻ്റെ കഴിയുന്നതല്ല, കുറച്ച് നേരത്തെ എടുത്തോളൂ ഓരോരുത്തരും. അങ്ങനെ ഞാനും അമ്മയും എല്ലാവരും ഞങ്ങൾ കുറച്ചു നേരം ഉത്സവമൊക്കെ കണ്ട് ഞങ്ങളുടെ എല്ലാവരും കൂടെ നിന്ന് കണ്ടു.
പിന്നെ ഞങ്ങൾ വേഗം എന്ത് ചെയ്തു വെച്ചിട്ടാ അമ്മയ്ക്ക് വിശക്കാണ്, കുട്ടിക്ക് ഉറക്കം വന്നിട്ട് കുട്ടി അവിടെ നിന്ന് ഉറങ്ങിയിട്ട് താഴത്തെ ഇവിടുത്തെ ചേച്ചിയുടെ കയ്യിൽ തന്നെ കിടന്നിട്ട് ഉറങ്ങി. എന്നിട്ട് പിന്നെ അങ്ങനെ വീട്ടിലൊക്കെ വന്ന് പിന്നെ ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് റോട്ടിക്ക് ഇറങ്ങി. നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തന്നെ അല്ലേ, അപ്പോൾ പിന്നെ ഒന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കോളിഫ്ലവർ ഇതൊക്കെ അല്ലേ അതൊക്കെ പൊരിക്കായിരുന്നു, അതൊക്കെ മേടിച്ച് കുറച്ച് കടലൊക്കെ മേടിച്ച് തിന്ന് വെറുതെ ചുറ്റിക്കറങ്ങിയിട്ട് ഇപ്പം തന്നെ പോന്നു കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് പുതിയതായിട്ട് കാണുന്നുണ്ട് കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.